നമ്മളെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് രണ്ട് അടിപൊളി കടകൾ കണ്ടിട്ടാ. അതായത് ഹലോ ചായ് എന്നുള്ളൊരു കട, അതായത് അതിൻ്റെ പേരാണ് ഹലോ ചായ്. അത് വല്ലാതെ ക്യാച്ച് ചെയ്തിട്ടാ ഒരു പേര്. അതിൻ്റെ ഇനി ഇവിടുന്ന് പോകുമ്പോൾ ഫസ്റ്റ് അതാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതേപോലത്തെ കൺസെപ്റ്റിലുള്ള വേറൊരു ചായ ഷോപ്പും കണ്ട്. അപ്പോൾ നമുക്ക് ഈ ചായ ഷോപ്പ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐഡിയ, സ്ഥലമൊക്കെ കൂടുതലുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഐഡിയ ആണ്. എന്നാലും ഇതേപോലത്തെ ഒരു കടയിൽ കയറി, പക്ഷേ വീഡിയോ എടുക്കാനുള്ള മൂഡിലല്ലേ ഇല്ല. അപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ, തിരിച്ചങ്ങോട്ട് പോവാണ്. കുറച്ചൊരു ഒഴിഞ്ഞിരിക്കണ ഒരു സ്ഥലം. ഞാൻ പറഞ്ഞ ആ ഒരു ഷോപ്പ് ഇതാണ് കേട്ടോ, മിസ്റ്റർ ചായ് ആണിത്. പിന്നെ ഹലോ ചായ് അപ്പുറത്തുണ്ട്. കണ്ടോക്കാണേ വണ്ടികളൊക്കെ നിൽക്കണ്. നമുക്ക് ഏതായാലും അവിടെ പോയിട്ട് ഒരു ചായ കുടിച്ച് നോക്കാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ടോക്ക് എടുത്തിട്ട് വേണം നമ്മൾ ഇവിടുന്ന് സാധനം മേടിക്കാനായിട്ട്. ചായയും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. നല്ല ചായ കേട്ടോ, അടിപൊളി. കണ്ട ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇതാണ് കേട്ടോ. അതായത് സെൽഫ് സർവീസ് ഇവിടുന്ന് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അവിടെ പോയിരുന്നിട്ട് ജോളിയായിട്ട് ഇരുന്നിട്ട് ചായ കുടിക്കുക. അതായത് ഓരോന്നും സാധനം മേടിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് ചെയ്തിട്ട് വേണം മേടിക്കാൻ. ഈ ഒരു ഷെഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടോക്കൺ കാര്യങ്ങളൊക്കെ മേടിക്കേണ്ടത്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, ബിസ്ക്കറ്റ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള. നമ്മുടെ നാട്ടിലേക്കൊക്കെ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അതായത് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഇതിലേറെ ഒന്നുകൂടി ഹെവി ക്വാളിറ്റി ആക്കും. ഇവിടുത്തെ രൂപത്തിൽ ഇത് ക്വാളിറ്റി ആണെങ്കിൽ കൂടി അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ ഒക്കെ ഒരു സംരംഭം വരികയാണെങ്കിലേ ചുറ്റുപുറം ഒരു ഗാർഡൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, ഏരിയയിലൊക്കെ ഒരു ഗാർഡൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടേ ചെറിയൊരു ഷെഡ് അടിച്ചിട്ട് ഇട്ടാൽ മതി. പൊളി ഐഡിയ ആണ് കേട്ടോ, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കൺസെപ്റ്റും. പക്ഷേ ഇതുപോലെ സ്ഥലം ഒഴിഞ്ഞ് കിട്ടണമെന്ന് മാത്രം. ഈ ഷെഡിൻ്റെ മേലെ ഭാഗം ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് ദാർപ്പായിക്ക് അടിയിലായിട്ട് ഇതുപോലത്തെ പച്ച ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. നോക്കണേ, നമ്മൾ ആ ഹലോ ചായ് എന്ന് പറയുന്ന ആ ഒരു കടയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടേജാണ് ഇതുപോലെ. അങ്ങനെ നമ്മൾ വണ്ടി മാലിക്കിനവിടെ സൈഡാക്കി. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പുറത്ത് ഗണപതിയുടെ വിഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കട കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ നേരത്തെ കാണിച്ച കടയെ പോലെ തന്നെ കേട്ടോ. ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ടോക്കൺ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 3 സമൂസ ഒരു ചായ പറഞ്ഞിട്ടുള്ളത്. നമുക്കുള്ള സമൂസ ഇട്ടത് ഇതൊക്കെ എരിവ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ മുളക് പൊരിച്ച് വെച്ചിട്ടുണ്ടാവും. ഇത് നമുക്ക് അഡീഷണൽ വേണമെങ്കിൽ എടുക്കട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയാണ് തോന്നുന്നുണ്ട് കാണുമ്പോൾ തന്നെ. ഇതുപോലത്തെ ഗ്ലാസ്സിലാണ് നമുക്ക് ചായ കിട്ടുക. ഉണ്ടാക്കുകയാണെങ്കിൽ ചെറിയ കുഞ്ഞ് ഗ്ലാസ് സമൂസ. പിന്നെ ഇവിടെ അടിക്കുന്ന ഷീറ്റിൽ തന്നെ ചെയ്യണതാണ്, റെഡിമെയ്ഡ് ഷീറ്റ് അല്ല തോന്നുന്നുണ്ട്. 20 രൂപക്ക് 3 സമൂസയാണ് ഇവിടുത്തെ അളവ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയാണ്, ചെറിയ സമൂസ. ഉള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ വെജിറ്റബിൾസ് ഒന്നുമില്ല. എരിവ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അടിപൊളി മുളക്. 2 കൂടി ഇരിക്കട്ടെ. അതുപോലത്തെ ഒരു കണ്ടെയ്നർ ബോഗി ഉണ്ടാവും, അതുപോലെ ഒരു ചെറിയ ഷെഡ് ഉണ്ടാവും അവിടെ, ആ കൗണ്ടർ പോലത്തെ കേട്ടോ. ബാക്കി പിന്നെ ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് ഇതുപോലത്തെ ഒരു ടെൻറ്റ് കെട്ടലാണ്. ദാർപ്പായിൻ്റെ നേരെ അടിഭാഗത്തായിട്ട് ഇങ്ങനത്തെ പച്ച ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ചൂട് കുറക്കാൻ വേണ്ടിയിട്ട്. അത് കെട്ടിയിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് കമ്പികൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അത് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ലൈറ്റായിട്ട് ഇങ്ങനെ കമ്പികൾ പോകുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോക്കാണേ. ഒഴിഞ്ഞും കണ്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. കണ്ടൊരു സംഭവമാണ് കേട്ടോ. ഇങ്ങോട്ടൊക്കെയാണെങ്കിൽ സ്മോക്കിങ്ങിനായിട്ടൊരു ഏരിയ, അതിൻ്റെ ഉള്ളിലും ചെയറും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പനോലകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ കണ്ടെയ്നറിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു ജനൽ പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഒരു ഓപ്പണർ കൊടുത്തിട്ടുണ്ട്. സെൽഫ് സർവീസാണ് കേട്ടോ. ആദ്യം ബില്ല് പേ ചെയ്യുക, എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇങ്ങനെ മേടിക്കാം. ഏകദേശം നോർമൽ റേറ്റ് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നിന്നും കുറച്ച് കൂടുതൽ റേറ്റ് ഉണ്ടോയെന്ന് ചില ഐറ്റംസിനൊക്കെ
തോന്നിയിട്ടുണ്ട്. പിന്നെ വെള്ളം കാര്യങ്ങളൊക്കെ ഇതുപോലെ ബോട്ടിൽ വരികയാണ് ചെയ്യുക. സംഭവം ചെറിയ ചൂടുണ്ട് ഇവിടെ എന്തുണ്ടെങ്കിലും ഈ മുളകും നോക്കുകയാണെങ്കിൽ എന്ത് ടേസ്റ്റ് വെച്ചിട്ടാ. ഞാൻ ഇപ്പോൾ 5 മുളകായിട്ട് കഴിച്ച്, എണ്ണ 6 കഴിച്ച്. നല്ല ഉപ്പ് വരട്ടിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണോണ്ട്. ഇങ്ങോട്ട് നോക്കിയിട്ടാ ഞാൻ കഴിച്ച മുളകാണ്. 1, 2, 3, 4, 5, 6 മുളക് കഴിച്ചിരിക്കുക. പൊളി.